നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ശക്തി സ്വരൂപം അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. ആ ശക്തി സ്വരൂപം നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? നിങ്ങളിൽ നിന്നും മാറ്റേണ്ടതായിട്ടുള്ള ഒരു നെഗറ്റീവ് സ്വഭാവം എന്താണ്? ഓക്കെ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഫോർ ഓഫ് വാണ്ടിന്റെ എനർജിയാണ്. ഒരു സന്തോഷം, സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ കടന്നു വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങളുടെ ശക്തി സ്വരൂപം നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ബാലൻസ് ആകുന്നു. നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചം പറയുന്നത് ഇത് നിങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരു ബ്ലെസ്സിങ് ഞാൻ വിശ്വസിക്കുന്നതായിട്ടുള്ള ആ ഒരു ശക്തിയിൽ നിന്നും എനിക്ക് ലഭിക്കും. ഓക്കെ, ആ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വിജയം നൽകുന്നത്. നിങ്ങളത് നിരാശയോടുകൂടി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കതൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇത് നിങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, നിങ്ങൾ ഇഗ്നോർ ചെയ്തതായിട്ടുള്ള പ്രപഞ്ചം ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയതായിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്, നിങ്ങൾ ഇഗ്നോർ ചെയ്തതായിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഒരു അവസരം കൂടി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഒരു അവസരവും കൂടി തരുന്ന സമയത്ത് നിങ്ങൾ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അത് സ്വീകരിക്കാതെ വീണ്ടും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരില്ല. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, കാരണം ഇതിനു മുമ്പും പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തരുമ്പോഴും നിങ്ങളത് ഇഗ്നോർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സന്തോഷിക്കാനാകില്ല. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെല്ലാം ഒരു സന്തോഷത്തിന്റെ വാതിലുകൾ ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങളത് നിരസിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വരില്ല എന്നാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാലൻസ് ഇല്ലാതെ പോകും. നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ആൻസൈറ്റി, ഡിപ്രഷനിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു സ്ഥിരതയില്ലാത്ത ചിന്തകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. ഹൈ പ്രീസ്റ്റസ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, കൃത്യമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഓക്കെ നമുക്ക് ഇല്ലാതെ പോകുന്നു. നമ്മുടെ മനസ്സ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ല, ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മെഡിറ്റേഷൻ ഇല്ലാതെ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കണം. പലപ്പോഴും ദൈവം തരുന്നതായിട്ടുള്ള ഇൻഡ്യൂഷനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതെന്റെ തോന്നലായിരിക്കാം എന്ന് വിചാരിച്ച് അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള വശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രപഞ്ചം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് യൂണിവേഴ്സിൽ നിന്നുമുള്ള ആ ഇൻഡ്യൂഷനെ സ്വീകരിച്ച് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടെത്തി അത് മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കാർഡ് പഠിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ക്ലാസുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.